നമ്മുടെ ശരീരത്തിന് ഒരുപാട് വൈറ്റമിൻസ് ആവശ്യമുണ്ടല്ലേ. വിറ്റാമിൻ B12 അതോടൊപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ ഒരുപാടുള്ള ഒരു സാധനമാണ് നമ്മുടെ കക്ക ഇറച്ചി. കക്ക ഇറച്ചിയിൽ മാത്രമല്ല, അയലയിലും നമ്മുടെ മത്തിയിലൊക്കെ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതൊക്കെ ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻസ് ആണ്. അതോടൊപ്പം തന്നെ കക്ക ഇറച്ചിയിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. ഇത്രയും ന്യൂട്രിയൻ്റ് വാല്യൂസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിൽ തന്നെയാണ് നമ്മുടെ കക്ക ഇറച്ചി. അപ്പം കക്ക ഇറച്ചി എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടൽ ജീവജാലങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ ഒരുപാട് കാൽസ്യം ഡെപ്പോസിറ്റ് ഈ കക്കയിറച്ചിയിലുണ്ടാവും. 2-3 തവണ നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉപ്പും അതോടൊപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും, നമ്മുടെ നാടൻ രുചിയിൽ. അപ്പം കടുക് നല്ല വൃത്തി പൊട്ടി വരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് മടി കാണിക്കും. കടുക് നല്ലോണം പൊട്ടി അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയാൽ മാത്രമേ ആ എണ്ണയ്ക്ക് ആ ടേസ്റ്റ് വരുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയും അതോടൊപ്പം തന്നെ പച്ചമുളകും ചേർക്കാം. 2 സവാളയും അതോടൊപ്പം തന്നെ 2-3 പച്ചമുളകാണ് എരിവിനനുസരിച്ച് ഞാൻ ചേർക്കുന്നത്. കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് എരിവ് കൂടുതൽ വേണമെങ്കിൽ അധികം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ചതച്ച് അരച്ചൊക്കെ ചേർക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേസ്റ്റാണ്. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം കുക്കിങ്ങിൽ സേവ് ചെയ്യാൻ പറ്റും. ഏതായാലും ഇൻസ്റ്റൻ്റായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോഴൊരു ഒരു കാര്യം ശ്രദ്ധിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നും. പക്ഷേ ടേസ്റ്റിനൊപ്പം ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സവാള ചേർത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നമുക്കത് കരിയാത്ത കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളിഷ്ടം പോലെ അത് ചെയ്യാം. തിളപ്പിച്ച കക്ക ഇറച്ചിയിലെ വെള്ളം കൂടി നമുക്ക് ഊറ്റിക്കളയാം. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമേ കുറേ ഉപ്പ് വാരിയിടരുത്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മുടെ പൊടികൾ ചേർക്കാൻ തുടങ്ങാം. പൊടികൾ ചേർക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും പറയുന്ന പോലെ തീ കുറച്ച് വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ പൊടികൾ ചേർക്കുക. അപ്പം ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മഞ്ഞൾപ്പൊടി ഇപ്പോൾ കൂടുതൽ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പക്ഷേ മഞ്ഞൾപ്പൊടിയുടെ ആ ടേസ്റ്റ് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ടോട്ടലായിട്ടുള്ള ടേസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ടാകുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നീട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഏകദേശം ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം നിങ്ങൾക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ വേണ്ടത് മുളക് പൊടി കാശ്മീരി ചില്ലിയും അതോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള ചില്ലി പൗഡറും കൂടെ മിക്സ് ആയിട്ടുള്ള ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം കാശ്മീരി ചില്ലി നമുക്കറിയാം നല്ല ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയാണല്ലേ, അതിന് എരിവ് കുറവായിരിക്കും. അതോടൊപ്പം പിന്നെ മുളക് പൊടി നമുക്കറിയാം ഓരോ മുളകിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചേർക്കുന്ന ഒരു 1.5 ടീസ്പൂണോളം അല്ലെങ്കിൽ 2 ടീസ്പൂണോളം മാക്സിമം ചേർക്കണം. അപ്പോൾ എരിവിനനുസരിച്ച് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കൺട്രോൾ ചെയ്യാം. അതിനുശേഷം കുരുമുളകാണ് വേണ്ടത്. കുരുമുളക് നമുക്കറിയാം ഇഷ്ടാനുസരണം. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കക്കയിറച്ചിക്ക് ആ നാടൻ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. പിന്നീട് ഇറച്ചി മസാലയും ഗരം മസാലയും കൂടെ കുറച്ച് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി, അത് ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ നമുക്ക് പൊടിച്ചത് ചേർക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം മൂടിയിട്ടുള്ള നമ്മുടെ കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല വൃത്തി മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ മസാല നമ്മുടെ കക്കയിറച്ചിയിലേക്ക് പിടിക്കുള്ളൂ. ഇനി നമ്മുടെ ലോ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കൂട്ടാം, ഒരു മിഡിലിടാം. അതിനുശേഷം നല്ല വൃത്തിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞിരുന്നു ഉപ്പ് നമ്മൾ ഒരുപാട് ചേർക്കാൻ പാടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യാനുസരണം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാന സ്റ്റെപ്പിൽ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ കുറച്ച് ഇറച്ചി മസാലയും പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഫൈനൽ ടച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റെഡി ടു സെർവ് ആയിരിക്കുകയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി റോസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ലൈക്കും അതോടൊപ്പം നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.